CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിൽ മുറുമുറുപ്പ്. തളിപ്പറമ്പ് മയിൽ ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലെ പാർട്ടി കീഴ്ഘടകങ്ങളിൽ കടുത്ത എതിർപ്പാണുള്ളത്. PK ശ്യാമള മത്സരിച്ചാൽ വിജയ സാധ്യതയെ ബാധിക്കുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ. തലസ്ഥാനത്ത് ഇന്ന് നിർണായക യോഗങ്ങളുണ്ട്. കണ്ണൂരിൽ നിന്ന് CK വിജയനും ഫെലിക്സും തിരുവനന്തപുരത്ത് നിന്ന് AK സ്റ്റെഫനുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം CK വിജയനിലേക്ക് പോകാം. CK, ആദ്യം പേരാവൂരിൽ KK ശൈലജ, മട്ടന്നൂരാണ് അവർ ആഗ്രഹിച്ചത്, അതിലൊരു സംശയവുമില്ല. അവിടെ VK സനോജ്, അപ്പോൾ പേരാവൂരിലേക്ക് അവർ പോവുകയാണ്. അതിൽ തന്നെ അതൃപ്തിയുണ്ട് പാർട്ടി പ്രവർത്തകർക്കിടയിൽ. ഒരു ഷുവർ സീറ്റ് അല്ല ഇടതിനെ സംബന്ധിച്ച് പേരാവൂർ. ഇപ്പോൾ MV ഗോവിന്ദൻ, അതായത് MV ഗോവിന്ദൻ മാറുമ്പോൾ ഭാര്യ ആയ ശ്യാമള ടീച്ചർ വരുന്നു. അതിലും അതൃപ്തി ഉണ്ടെന്നുള്ളത് പരസ്യമായി തന്നെ നേതാക്കൾ, അവിടെയുള്ള പ്രാദേശിക നേതാക്കൾ പറയുന്നുണ്ട്, അത് പരസ്യമായി കാണിക്കുന്നുമുണ്ട്. തീർച്ചയായും ഉണ്ട്. തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ ശ്യാമള ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് തന്നെ ശക്തമായ വികാരം പുറത്തു വരുന്നത്. അത് സോഷ്യൽ മീഡിയയിലൂടെയാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് CPMന്റെ അതിശക്തമായ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന മയ്യിൽ പഞ്ചായത്തിലെ കൈരളം പോലുള്ള പ്രദേശത്ത് നിന്നാണ് ആ വികാരം വന്നത്. അതിന് നിതീഷ് എന്ന് പറയുന്ന ഒരു പാർട്ടി സഖാവിട്ട ഒരു പോസ്റ്റിൻ്റെ പിന്നിൽ ഏതാണ്ട് 100-ലധികം കമൻറ്റുകൾ അദ്ദേഹത്തെ അനുകൂലിച്ചും എന്നാൽ ചിലരൊക്കെ അതിനെ എതിർത്തുമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഇത് തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ചരിത്രമില്ല. പാർട്ടി ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അത് ശിരസാവഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തനം നടത്തുകയും ചെയ്ത ഒരു പാരമ്പര്യമാണ് തളിപ്പറമ്പിലുള്ളത്. കാരണം നമ്മൾക്കിപ്പോൾ KKN പരിയാരത്തെ നോക്കിയാലും അതോടൊപ്പം തന്നെ പാച്ചേനി കുഞ്ഞിരാമനെ നോക്കിയാലും CKP പത്മനാഭനെ നോക്കിയാലും പിന്നീട് ജെയിംസ് മാത്യുവിനെ നോക്കിയാലും ഏറ്റവും അവസാനം MV ഗോവിന്ദൻ മാസ്റ്റർ നോക്കിയാൽ പോലും ഒരു പൊതുസമ്മതൻ എന്നൊരു പ്രതീതി ഈ തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ നമുക്ക് കഴിഞ്ഞൊരു 30 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. പക്ഷേ അതിൽ നിന്ന് തികച്ചും വിരുദ്ധമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ LDF നേരിടുന്നത്, CPM പ്രത്യേകിച്ച് നേരിടുന്നത്. ഈ തളിപ്പറമ്പ് അസംബ്ലി പേരാവൂരിലേക്ക് ശൈലജ ടീച്ചറെ കൊണ്ടുവരുമ്പോൾ പറയുന്നൊരു കാര്യം, ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തൊരു സീറ്റ് പിടിച്ചെടുക്കാൻ കരുത്തയായ ടീച്ചറെ അങ്ങോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പേരാവൂര് പിടിച്ചെടുക്കുമ്പോൾ കയ്യിലുള്ള തളിപ്പറമ്പ് പോകുമോ? തളിപ്പറമ്പ് പോകാനുള്ള എല്ലാ സാധ്യതയും ഇത്തവണ ഉണ്ട് ആര്യ. കാരണം തളിപ്പറമ്പ് മണ്ഡലത്തിൻ്റെ ഒരു പൊതുസ്വഭാവം, അതിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. അത് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലം അതിശക്തമായി CPMന്റെ കൂടെ നിന്ന്, ഇടതുപക്ഷത്തിന് കൂടെ നിന്ന ഒരു മണ്ഡലമാണ്. ആരെയും നിർത്തി വിജയിപ്പിച്ചെടുക്കാവുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ മണ്ഡലത്തിൽ LDFന്റെ ഭൂരിപക്ഷം കുറയുകയും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പെടുത്ത് നോക്കിയാൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ K സുധാകരന് വലിയ ഭൂരിപക്ഷം നേടിക്കൊടുത്ത മണ്ഡലം കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ ആ മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം മാറുന്നുണ്ട്. അവിടെയാണെങ്കിൽ രാഷ്ട്രീയമായി ലീഗിന് കൂടുതൽ കരുത്ത് നേടുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു മൈനോറിറ്റിയിൽ നിന്നും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ നിന്നും കൂടുതൽ പിന്തുണ LDFന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ മണ്ഡലം നല്ല ഒരു സ്ഥാനാർത്ഥി അല്ല എങ്കിൽ LDFന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും എന്നാണ് ഈ അണികൾ വിമർശന രൂപേണ അവതരിപ്പിച്ചതിലെ രാഷ്ട്രീയമായ വസ്തുത. അതുകൊണ്ട് അത്തരത്തിൽ പൊതുസമ്മതിയുള്ള കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പബ്ലിക് അപ്പീൽ കൂടിയ ഒരു സ്ഥാനാർത്ഥിയെ വേണം. ആ ലിസ്റ്റിലേക്ക് ശ്യാമള ടീച്ചർ എത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അവർ സത്യത്തിൽ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവാണ്. മഹിളാ അസോസിയേഷൻ വഴിയും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പാർട്ടി പ്രവർത്തനം ഈ ഭരണപരമായി തന്നെ ആന്തൂർ നഗരസഭയിലായാലും തളിപ്പറമ്പ് നഗരസഭയിലായാലും തന്നെ വളരെ വലിയ പ്രവർത്തന പാരമ്പര്യവും പരിചയവും ഒക്കെ അവർക്കുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ആ ഒരു പബ്ലിക് അപ്പീൽ അവർക്ക് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽ പബ്ലിക്കിന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടാകുന്ന വസ്തുത. പല കേന്ദ്രങ്ങളിൽ നിന്നും പാർട്ടി ഈ ശ്യാമള ടീച്ചർ ആണെങ്കിൽ പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് മേൽക്കമ്മിറ്റിക്ക് എഴുതി കൊടുത്തു എന്ന് വരെ പറയുന്നു കേൾക്കുന്നുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും തളിപ്പറമ്പ് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെലിക്സ് കൂടിയുണ്ട് കണ്ണൂരിൽ നിന്ന്. ഫെലിക്സ് നോക്കൂ, കണ്ണൂരിലെ സാധ്യതാ പട്ടിക നോക്കുമ്പോൾ മൈനോറിറ്റി വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി, ഒരു കാൻഡിഡേറ്റ് നിലവിലില്ല. ഇനി പട്ടിക മാറുമോ എന്ന് നമുക്കറിയില്ല. അത് ഒരു പോയിന്റായി നിൽക്കുകയാണ്. കാരായി രാജൻ, PK ശ്യാമള, ഇവർക്ക് 2 പേർക്കുമെതിരെ ഇപ്പോൾ PK ശ്യാമളയാണ് സ്ഥാനാർത്ഥി എന്ന് കേട്ടപ്പോൾ പഴയ ആന്തൂർ വിഷയമൊക്കെ വീണ്ടും സജീവ ചർച്ചയായി മാറുകയാണ്. കാരായി രാജനും അതേ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. പ്രതിരോധിച്ച് പാടുപെടുമോ പാർട്ടി? കണ്ണൂരിലാകെ 11 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 8 CPM മത്സരിക്കുന്നത്. അതിലാണിപ്പോൾ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊരു ധാരണയിലെത്തിയിട്ടുള്ളത്. അതിലേറ്റവും വെല്ലുവിളി ഇപ്പോൾ പാർട്ടി നേരിടുന്നത് തളിപ്പറമ്പാണ്. PK ശ്യാമളയുടെ പേരിനോട് വലിയ എതിർപ്പ് പാർട്ടി അണികൾക്കുണ്ട്. പ്രാദേശിക തലത്തിൽ അവരത് പ്രകടിപ്പിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തളിപ്പറമ്പ് എന്താവും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. PK ശ്യാമള മത്സരിച്ചാൽ
ആ മണ്ഡലത്തിലെ ജനവിധി എന്താകും എന്നത് സംബന്ധിച്ച് പാർട്ടി അണികൾക്കിടയിലുള്ള സംശയം അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലശ്ശേരിയിൽ എം ഷംസീറായിരുന്നു കഴിഞ്ഞ 2 തവണ മത്സരിച്ച് വിജയിച്ചത്. അവിടേക്കാണ് ഇപ്പോൾ കാരായി രാജൻ എത്തുന്നത്. കാരായി രാജൻ നമുക്കറിയാം ഫസൽ വധക്കേസിലെ ഒരു പ്രതിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് പോകുന്നു. ആ കേസിൽ വിധി വരുമ്പോൾ എന്താകും എന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷേ ഞാൻ ഫെലിക്സിലേക്ക് തലശ്ശേരി മടങ്ങുകയാണ്.